ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അടുത്ത LGS ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഉറപ്പുവരുത്തേണ്ട മസ്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് SCRTയും PYQയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ SCRTയുടെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണ് ഞാൻ എടുക്കുന്ന ക്ലാസ്സിനെ കുറിച്ച്. അപ്പോൾ അതിൽ ഒരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ, എന്നിട്ട് PYQവിനെ കുറിച്ച് പറയാം. വേറൊന്നുമല്ല, SCRT എന്ന് പറയുന്നതിൽ ഇപ്പോൾ നിങ്ങൾ LGSൻ്റെ ഒക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ഏത് LDC ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമ്മളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, ടെക്സ്റ്റിൽ ചിലപ്പോൾ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ടെക്സ്റ്റിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ടെക്സ്റ്റിൽ അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ടും അതിന് കറണ്ട് കോണ്ടെക്സ്റ്റിൽ റെലവൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സർഫസ് ലെവലായിട്ടുള്ള കാര്യങ്ങളും ഇൻഡെപ്തിൽ വേണ്ട കാര്യങ്ങളും പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് വെറുതെ SCRT പാഠഭാഗങ്ങൾ വായിച്ചു പോകാനാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ വെറുതെ വായിച്ചു പോകാം. പക്ഷേ നമ്മൾ അങ്ങനെ പഠിച്ചാൽ അത് അത്ര എഫക്റ്റീവ് ആവില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ 5 തൊട്ട് 10 വരെയുള്ള പാർട്ട് 1, പാർട്ട് 2, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അഡീഷണൽ ഫാക്ട്സോടുകൂടി ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ 16ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു 35+ ക്ലാസ്സസ് വേണമെങ്കിൽ എടുക്കാം. കാരണം നമ്മൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അത് അങ്ങനെ പറയുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ച് കണ്ടതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ റെലവൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പറയുകയും ചെയ്യും. മാത്രമല്ല കൃത്യമായിട്ടുള്ളൊരു ഓർഡറിലാണ് അതെടുക്കുന്നത്. ഓക്കെ, ഒരു ഓർഡറിൽ, അതായത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പല പാഠഭാഗങ്ങളും സിലബസ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. അവർ ഓരോ പ്രാവശ്യവും പലതും ഫോക്കസ് ചെയ്താണ് ഇടുന്നത്. 5 ഫോക്കസ് ചെയ്തിടാറുണ്ട്, 8 ഫോക്കസ് ചെയ്തിടാറുണ്ട്, 9, 10 ഇടാറുണ്ട്. അപ്പോൾ 8ത്തെ 80ത്തെ ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ആദ്യം ക്ലാസ് എടുക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. 5ൻ്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 6. അങ്ങനെ നമുക്ക് ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് നാളെ വീണ്ടും പഠിക്കാനെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ടൈം വരെ നിങ്ങൾക്ക് ഒന്നും കൂടെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിന് ഒരു പ്ലേലിസ്റ്റൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പ്ലേലിസ്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അത്രയും ക്ലാസ്സസ് ഉണ്ട് 5ന് മാത്രം. ഇങ്ങനെ 8, 9, 10 വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ള സെപ്പറേഷനും കൂടി ഉണ്ട്. ഓക്കെ, അതിന് പാർട്ട് 1, പാർട്ട് 2 ടെക്സ്റ്റുകളുണ്ട്. അപ്പോൾ എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഓരോന്നിലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അഡീഷണൽ ഫാക്ട്സ് എന്ന് പറയുന്നത് വെബ്സൈറ്റ്സ്, ഒഫീഷ്യൽ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ റെഫർ ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഹരിത കേരള മിഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഹരിത കേരള മിഷനെ കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞു, എന്താണ് സംഭവം, എന്താണ് ആ ഒരു മിഷൻ്റെ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഹരിത കേരള മിഷൻ പഠിക്കുമ്പോൾ അത് എന്ന് വന്നു, അതിൻ്റെ ക്യാമ്പയിൻസുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേയധികം ഫാക്ട്സും കൂടെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ കുറേയധികം ക്യാമ്പയിൻസ് അവർ നടത്തി കാണും. അതിലൂടെ ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങളായിരിക്കും. അതിൻ്റെ മോട്ടോ എന്താണ്, ഈ മിഷൻ്റെ ഏതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇനി കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നിങ്ങൾ ടെക്സ്റ്റ് കാണുകയാണെങ്കിൽ കറണ്ട് അഫെയർ ഓറിയൻറ്റഡ് ആയിട്ടും പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ബാലാവകാശ കമ്മീഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബാലാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ആളാരാണ്, ആദ്യത്തെ ആളാരാണ്, എന്താണ്, എന്ന് വന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ അഡീഷണൽ നമുക്ക് ഇപ്പോൾ ഓരോ ടോപ്പിക് എടുത്താലും നമുക്ക് അഡീഷണൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫെയർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ സുനിത വില്യംസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു പാഠഭാഗത്തിൽ. അത് വായിക്കുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് അവർ നടത്തിയ ആ മിഷൻ്റെ ഫാക്ട്സാണ് പറഞ്ഞത്. മാത്രമല്ല PYQ റിലേറ്റഡ് ആയിട്ട് ഈ ഒരു മിഷനെ പറ്റി ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അതും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 5 തൊട്ട് 10 വരെയുള്ള ഓരോ പാഠഭാഗങ്ങൾ വരുമ്പോൾ അതിൻ്റേതായ ലെങ്ത്ത് കൂടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എത്രയും എഫേർട്ട് നമ്മൾ എടുക്കണം, റെഫർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറുതെ ആകില്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം മിക്ക ചോദ്യപേപ്പർ എടുത്താലും ഇതൊക്കെ ടെക്സ്റ്റിൽ കാണുന്ന ചോദ്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ഇത്രയും എലാബറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, അതിൻ്റേതായ എഫേർട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ സാധാ ഒരു ഇതെടുക്കുകയാണെങ്കിലും അതിൻ്റേതായ എഫേർട്ട് ഇടുന്നത്. അപ്പോൾ അത്രയും മിനിമം റേറ്റ് ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. അത്രയും എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ SCRT 5 തൊട്ട് 10 വരെ ഉള്ളതിൽ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറയുന്നത് ധാരാളം സംഭവങ്ങളുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചിലതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുക. ഓക്കെ, അല്ലാത്തപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കാണിച്ച് അതിൽ
മാർക്ക് ചെയ്ത് അതിൽ വേണ്ട അഡീഷണൽ ഫാക്ട്സ് എക്സ്ട്രാ പറഞ്ഞ് മുൻവർഷം ചോദിച്ചതുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇപ്പോൾ CRTക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അഡീഷണൽ ഫാക്ട്സോട് കൂടി, അതായത് ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് റെഫർ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ടൈം അതിന് വേണ്ടി കണ്ടെത്തണം മാത്രം, നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തണം, എന്തിലാണെന്ന് നോക്കണം, അങ്ങനെയൊക്കെ. അപ്പം ആ ഒരു ഇത് ഒഴിവാക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ തന്നെ എഫേർട്ട് ഇട്ട് എക്സ്ട്രാ തപ്പി, അല്ലെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റ്സ് തപ്പിയിട്ട് പറയേണ്ടതാണെങ്കിൽ അത് തപ്പി, വേണ്ട ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തപ്പി വേണ്ടത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജായിട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു LGS കിട്ടാൻ ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അതും ഞാൻ ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം. അപ്പോൾ ഇത് രണ്ടും കൂടി, അതായത് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട്, ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് ആയിട്ട് ഡെയിലി സ്റ്റഡി പ്ലാനോടുകൂടി ഒരു ടെസ്റ്റ് സീരീസും ഡെയിലി ടെസ്റ്റ് സീരീസും എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് പക്കയായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, നമ്മളെന്തും നമ്മളുടേതായ രീതിയിലുള്ള എഫേർട്ട് ഓരോ ദിവസവും ഇട്ടാലേ നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇപ്പോഴേ നമ്മളിത് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ച് എന്താണ് അതിൻ്റെ റിവിഷൻ ചെയ്ത് ഒരു സ്ട്രക്ചേർഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ പഠിച്ച് ഓരോ സെറ്റ് പഠിച്ച് അതിൻ്റെ ഒരു മന്ത്ലി റിവിഷനൊക്കെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് എന്താണ് നമുക്കതിനെ ഇങ്ങനെ എന്താണ് കറക്റ്റായിട്ട് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ലൈൻ എങ്ങനെയാണ്, നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ പോയിട്ടുണ്ട്, അവസാനം നമ്മൾ സിലബസ് നോക്കുമ്പോൾ എന്താണ് മിസ്സായിട്ടുള്ളത്, ഏതെങ്കിലും മിസ്സായതല്ലോ. ഇതിനോടൊപ്പം PYQ കൂടെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യണം കേട്ടോ, അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ റെലവൻസ് അത്രത്തോളം ഉണ്ട്. എനിക്കാണെങ്കിലും മാർക്സ് അത്ര ഇമ്പ്രൂവ് ആകാൻ സഹായിച്ചത് ധാരാളം PYQs ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വേറെയാണ്. അപ്പോൾ ഈ PYQൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ലെവൽ എത്രയാണ്, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളവരാണ് എങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ നമുക്കറിയാം, നമ്മളുടെ വീക്കായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മൾ സ്പീഡിലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, നമുക്ക് ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മളുടെ ആ ഒരു ബബ്ലിങ് കറക്റ്റ് ആണോ. കാരണം ഇൻകറക്റ്റ് ആയിട്ടുള്ള ബബ്ലിംഗ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഒരു ആൻസർ പരിഗണിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണോ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്യാൻ തുടങ്ങും നമ്മൾ. ഓക്കെ, കാരണം നമ്മൾ അത്രയും ഫാസ്റ്റ് ആകും, അത്രയും ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പിന്നെ മനസ്സിലാകുന്ന ഉത്തരം വരും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം. നമുക്ക് നെഗറ്റീവ്സ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. നെഗറ്റീവ് മാർക്ക് ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ആ ഒരു ഫൈനൽ ഡിലീഷൻ കഴിഞ്ഞാലും നല്ലൊരു സ്കോറിങ്ങിലോട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ PYQs മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യണം. ഓക്കെ, ഇല്ല ഇപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് LGSന് കൂടുതൽ, ഇപ്പോൾ LGS ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ ഒബ്വിയസ്ലി CRT വേണം. പിന്നെ കറണ്ട് അഫയേഴ്സിന് വെയിറ്റേജ് ഉള്ളതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന് നല്ലൊരു സോഴ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടും, കാരണം അങ്ങനത്തെ ടെലിഗ്രാം ചാനൽസൊക്കെ അവൈലബിൾ ആണ്. ഓരോ ഫാക്റ്റുകൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റുമെങ്കിൽ കറണ്ട് അഫയേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇതിൽ PYQ എന്ന് പറയുന്ന സാധനത്തിൻ്റെ റെലവൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ സാധാരണ നമുക്കൊരു മോക്ക് ടെസ്റ്റുകൾ ധാരാളം ചെയ്യാൻ പറ്റും. ഓരോ സെക്ഷൻ വൈസ് ഓറിയൻറ്റഡ് ആയിട്ട്, ഓരോ പഠിക്കുന്ന സിലബസിലെ പോർഷൻസ് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് മെജോറിറ്റി ഷെയർ ഓഫ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് PYQ എന്ന് പറയുന്നത്. കാരണം അവരെന്തൊക്കെയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ചോദിച്ചത്, ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ വ്യത്യാസം വരുത്തി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ധാരാളം ഇത് തന്നെ ചെയ്താലുണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു സ്കോറിങ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് LGS നമുക്ക് സെറ്റ് ആക്കാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ PYQ നന്നായി ചെയ്ത് PYQയും SCRTയും കംപ്ലീറ്റ്, പിന്നെ കറണ്ട് അഫയേഴ്സും ഒക്കെ നല്ല രീതിക്ക് പഠിച്ചാലുണ്ടല്ലോ ഒബ്വിയസ്ലി നല്ലൊരു സ്കോറിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുണ്ട്, നമുക്ക് അത്യാവശ്യം പ്രീവിയസ് ഇയർ എപ്പോഴും ചെയ്ത് ശീലിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു എന്താണ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2020 എന്നുള്ളതിനേക്കാൾ ഉപരി 21, 25 വരെയുള്ള PYQs ഒക്കെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഓരോ ഫോൾഡറിലാക്കി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസർ കീ, ഫൈനൽ ആൻസർ കീ വരണവരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ നോക്കി ചെയ്യണം. അതുപോലെ തന്നെ ആൻസേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ പ്രൊവിഷണലിൽ മാറ്റം വരും ഫൈനൽ വരുമ്പോൾ. ഇനി ഫൈനലിൽ തന്നെ തെറ്റുത്തരങ്ങളും ഇടയ്ക്ക് അവർ എന്ത് ചെയ്യാറുണ്ട്, ഫൈനലിൽ ശരിയാക്കി എടുക്കാറുണ്ട്. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യത്തിൽ അത് എക്സാമ്പിളാണ് അല്ലേ. ശരിയായിട്ടുള്ള ഉത്തരം അവസാനം ഫൈനൽ ആൻസർ കീയിൽ തെറ്റായി.
അപ്പോൾ അങ്ങനത്തെ റെയർ ആയിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഫൈനൽ ആൻസർ കീനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരൊറ്റ ബുക്കായിട്ട് കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ബുക്ക് വാങ്ങിയത്. PSCയുടെ PYQ ഈ 2020 മുതൽ 25 വരെയുള്ള ഒരു ബുക്ക്. അതാകുമ്പോൾ എന്താണ് നമുക്ക് ഫോണിൽ നോക്കി ബുദ്ധിമുട്ടുണ്ട്, ഒരൊറ്റ കമ്പൈലേഷൻ പോലെ കിട്ടുകയും ചെയ്യുമല്ലോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ബുക്ക്. PSC PQ റാങ്ക് ഹണ്ടർ എന്നാണ്. 2020 മുതൽ 25 വരെയുള്ള 150 ചോദ്യപേപ്പറുകളെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് എന്താണ് PSC മുൻവർഷ ചോദ്യപേപ്പറുകളും അനുബന്ധ വസ്തുതകൾ എന്ന് പറഞ്ഞിട്ട് വോളിയം 1 വോളിയം 2 രണ്ടെണ്ണം ഉണ്ട്. അത്യാവശ്യം ഒരു ചെറിയ സൈസുള്ള ഒരു ബുക്കാണ് കേട്ടോ. സ്വതേ കാണുന്ന റാങ്ക് ഫയൽ സൈസൊന്നും ഇല്ല ഇതിന്. ദ ബെസ്റ്റ് അക്കാഡമിയുടെയാണ്. അപ്പോൾ ഇതിൽ ഡിഗ്രി +2 10th ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതിന് അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ 750 രൂപയാണ് കേട്ടോ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ വാങ്ങിച്ചിട്ടാണ്. ഷോപ്പിൽ പോയി 750 രൂപയ്ക്ക് വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഇതിൽ ആദ്യം LDCയുടെ സിലബസൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിലബസ്. അപ്പോൾ നമുക്ക് സിലബസും ഏകദേശം ഇതൊക്കെ തന്നെയാണല്ലോ മാറി മാറി വരുന്നത്. അപ്പോൾ റെഫറൻസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ LDC മെയിൻസ് 2024 2021 അങ്ങനെയുള്ള ഓരോ വർഷത്തെ കട്ട് ഓഫുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള ഓരോ ചോദ്യ പേപ്പറുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അനുബന്ധ വസ്തുതകൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യത്തിൻ്റെയും. പിന്നെ കറണ്ട് അഫെയർ, അതായത് ഇപ്പോൾ ആ വർഷത്തെ റിലേറ്റ്, ഇപ്പോൾ 2021 വല്ല പേപ്പറൊക്കെ എടുത്തിട്ടാണെങ്കിൽ അത് അന്നത്തെ ആൻസർ ആയിരിക്കുമല്ലോ. അത് മാറ്റി ഇന്ന് അതിൻ്റെ ആൻസർ എന്താണോ, അതായത് ഇന്നത്തെ കറണ്ട് കോൺടെക്സ്റ്റിൽ എന്താണോ അതിൻ്റെ ആൻസർ അതെന്നുള്ള രീതിയിലും കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഫൈനൽ ആൻസർക്കിൽ ഡിലീറ്റഡ് എന്നുള്ള തന്നെ രീതിയിൽ അവർ പറയാറുണ്ട്. പിന്നെ വോളിയം 2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കാണാൻ പറ്റും. ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ അതിലുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് വോളിയത്തിൽ അനുബന്ധ വസ്തുതകൾ ഞാനങ്ങനെ കണ്ടില്ല. അതിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ഫൈനൽ ആൻസേഴ്സ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. കാരണം മൊത്തത്തിൽ നമുക്ക് ഒരു ഇതിൽ കിട്ടും, ഇത്രയും ചോദ്യ പേപ്പറുകൾ കിട്ടും, ആൻസർ ചെയ്യാൻ പറ്റും, ഫൈനൽ ആൻസറും കാണാൻ പറ്റും. അപ്പോൾ അനുബന്ധ വസ്തുതകൾ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ പക്ഷേ ഇപ്പോൾ ഓപ്ഷൻസ്, ഇപ്പോൾ നമ്മളെങ്ങനെയാണ് നോക്കുക, ഒരു ചോദ്യം കിട്ടി അതിൻ്റെ കറക്റ്റ് ആൻസർ, ബാക്കിയുള്ളത് എന്തുകൊണ്ട് ആൻസർ ആയില്ല, ഇത്രയല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. ആ ഒരു രീതിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അനുബന്ധ വസ്തുതകളേക്കാൾ ഉപരി എനിക്കിതൊരു ഒറ്റ കമ്പൈലേഷനായിട്ട് കിട്ടുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതെനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്കധികം ഫോണിൽ യൂസ് ചെയ്യേണ്ട, നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കണ്ട, ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്താണ് ഓരോ ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ്. ഇതിൻ്റെ ഏകദേശം ഇത്രയേ വരുള്ളൂ ഈ ഒരു PYQൻ്റെ ബുക്ക് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ ഡിഗ്രി പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. അപ്പോൾ ഈ ബുക്കിൻ്റെ ഇതുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ താഴെ. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുള്ള OMR പ്രാക്ടീസ് ബുക്ക്ലെറ്റാണ്. 100 OMR ഷീറ്റ്സ് ഉണ്ട്. ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ചെയ്യും ഓരോ ചോദ്യ പേപ്പർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. ബബ്ലിംഗ് ഒക്കെ അത്യാവശ്യം കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതായത് നമ്മൾ ബബ്ലിംഗ് ചെയ്യുന്നതും കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. അത് മാത്രമല്ല സ്പീഡും നമുക്ക് നല്ലോണം അസസ് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ. സോ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമുക്ക് സ്കോർസ് ഇമ്പ്രൂവ് ആകുന്നതായിട്ട് തോന്നും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നോക്കുക. പിന്നെ മറ്റേത് PSCയുടെ ബുക്ക് അത് 750 രൂപയാണ്. എനിക്ക് നല്ലൊരു പുസ്തകമായിട്ട് തോന്നിയത്. അത്യാവശ്യം നമുക്ക് കണ്ണിന് കുഴപ്പമില്ലാത്ത ഫോണ്ടൊക്കെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നടന്നു പോകുന്ന എക്സാംസിന് നമ്മൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ആൻസേഴ്സ് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ നമുക്ക് ഡിസ്കഷൻ നോക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളതിൻ്റെ മാക്സിമം LGSന് മുൻപ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു സെഷനായിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളതിൻ്റെ അനുബന്ധ വസ്തുതകൾ നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ. നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ SCERT റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങളത് ആ പാഠഭാഗങ്ങളൊക്കെ വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ SCERT ക്ലാസ്സിൽ എൻ്റെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാം, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് 5 തൊട്ട് 10 വരെയുള്ളത് സാവധാനത്തിൽ പഠിച്ചു മാറ്റാൻ സാധിക്കും. അല്ലാത്ത പക്ഷം ഇത് ഫൈനൽ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. കുറേയധികം ഫാക്ട്സ് നമുക്ക് മഗപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇക്കഴിഞ്ഞ OAK, ലാബ് അസിസ്റ്റൻറ്റ്, അങ്ങനെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എല്ലാത്തിനും SCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്. സോ SCERTക്ക് അതിൻ്റേതായ റെലവൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.